ഇടതുപക്ഷത്തിന്റെ തോൽവിയെക്കുറിച്ച് പറയുമ്പോൾ ചില നേതാക്കൾ ജയിച്ചു കയറിയിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാരായി രാജൻ തലശ്ശേരിയിൽ ജയിച്ചുവെങ്കിലും CPM നേതാവ് കാരായി രാജന് കുരുക്കായി മാറുകയാണ് ഫസൽ വധക്കേസ്. ശിക്ഷിക്കപ്പെട്ടാൽ MLA സ്ഥാനത്ത് നിന്ന് കാരായി രാജൻ അയോഗ്യനാകും. കേസിൽ കൊച്ചി പ്രത്യേക CBI കോടതിയിൽ സാക്ഷി വിസ്താരം തുടങ്ങിയിട്ടുണ്ട്. 2006 ഒക്ടോബർ 22-നാണ് ഫസൽ കൊല്ലപ്പെടുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് ക്രീഡാകരനാണ് ചേരുന്നത്. നമുക്കൊപ്പം ജിജീഷ്, ഗുഡ് മോർണിംഗ്. അവിടെയും മഴയാണ്, ഇവിടെയൊക്കെ ചൂടിയാണ്. അതെ. ജിജീഷ്, ഈ കാരായി രാജൻ ജയിച്ചൊക്കെ കയറി, പക്ഷേ ഈ ഭാവി തുലാസിലാണ് എന്നതാണ്. അതായത് നിയമസഭ കാണുമോ? ഗുഡ് മോർണിംഗ് രാഗി, അനിൽ നമ്പ്യാർ. ഇവിടെ ചെറിയ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ കാലാവസ്ഥ ഈ മഴയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് കാരണം ഒരു മഴ നടക്കുമ്പോൾ പോലും കാരായി രാജനെ പോലുള്ള നേതാക്കളുടെ മനസ്സ് അത്ര തണുപ്പമല്ല. കാരണം ഏത് സമയവും MLA സ്ഥാനം ഏറ്റെടുത്താൽ പോലും അത് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കാരായി രാജന് മേൽ ഏത് സമയത്തും ഒരു അയോഗ്യതയുടെ വാള് തൂങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ചെയ്തു പോയ തെറ്റുകളുടെ ഒരു പരിണിത ഫലം എന്ന രീതിയിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കാനും കഴിയും. കാരണം നിലവിൽ CBI അന്വേഷിച്ച കേസിൽ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആയിട്ടുള്ള കാരായി രാജൻ ഈ കേസിൽ 8ാം പ്രതിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം സാക്ഷി വിസ്താരം ആരംഭിച്ചു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സാധാരണ നിലയിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് CPM നേതാവായ കാരായി രാജനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഫസൽ വധക്കേസിലാണ്. 2006 ഒക്ടോബറിൽ നടന്ന ഒരു കൊലപാതകമാണ്. NDF പ്രവർത്തകനായിരുന്ന ഫസലിനെ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ CPM വിട്ട് NDF-ൽ ചേർന്നു എന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തി എന്നതാണ് കേസ്. പിന്നീട് RSS-ന് മേൽ ആ കുറ്റം ചുമത്താനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആസൂത്രിതമായി CPM-ഉം കാരായി രാജനും കാരായി ചന്ദ്രശേഖരനെയും പോലുള്ള നേതാക്കൾ നടത്തുകയും ചെയ്തിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഏത് സമയത്തും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, കാരണം സാക്ഷി വിസ്താരം ആരംഭിച്ച കേസിൽ അധികം വൈകാതെ തന്നെ അന്തിമ വിധി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വർഷമോ അടുത്ത വർഷം ആദ്യമോ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി അന്തിമ വിധി പ്രസ്താവന നടത്തും. അങ്ങനെ ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ കാരായി രാജൻ അവിടെ തലശ്ശേരി മണ്ഡലത്തിൽ അയോഗ്യനാകും. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. കാരണം സമാനമായ ഒരു കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഏതാനും മാസം മുമ്പ് ആന്റണി രാജുവുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച ആന്റണി രാജു അവിടെ അയോഗ്യനായി. 2 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിച്ചതിന്റെ പേരിലായിരുന്നു തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വർഷത്തിലധികമുള്ള തടവ് ശിക്ഷയായിരുന്നു ആന്റണി രാജുവിന് ലഭിച്ചത്. സ്വാഭാവികമായും അതായത് നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചുകൊണ്ട് 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുകയാണ് എങ്കിൽ പാർലമെന്റ് അംഗങ്ങൾ MP ആണെങ്കിലും MLA ആണെങ്കിലും അവർ അയോഗ്യരായി മാറും. സ്വാഭാവികമായും അവരെ ആരും പ്രത്യേകം അയോഗ്യരാക്കേണ്ടതില്ല. സ്വാഭാവികമായും അവർ അയോഗ്യരായി മാറും. ആ സ്ഥലത്ത് മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാക്കൾ തന്നെ, ഒന്ന് തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനാണ് കാരായി ചന്ദ്രശേഖരൻ. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും സെക്രട്ടേറിയറ്റ് അംഗവും എല്ലാമായിട്ടുള്ള കാരായി രാജനും എല്ലാം തന്നെ പ്രതിയായി. അങ്ങനെ പ്രതിയായിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് CPM കാരായി രാജനെ പോലുള്ള ഒരു നേതാവിന് തലശ്ശേരി പോലുള്ള ഒരു മണ്ഡലത്തിൽ സീറ്റ് നൽകുന്നതും അവിടെ വിജയിപ്പിച്ചെടുക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. സ്വാഭാവികമായും അവിടെ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് വരേണ്ട സാഹചര്യം. കാരണം നിർണായകമായ തെളിവുകൾ പലതും CBI കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിരവധി സാക്ഷികളെ 200-ലധികം സാക്ഷികളെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാനും ആ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് എത്തിക്കാനും എല്ലാം തന്നെ CBI-യെ സംബന്ധിച്ചിടത്തോളം കഴിയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെല്ലാം പോലീസിന്റെ അന്വേഷണത്തിൽ പരമാവധി കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ആ അട്ടിമറി നീക്കങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഫസലിന്റെ കുടുംബം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് CBI അന്വേഷണം നടത്തുന്നു. ആ CBI അന്വേഷണത്തിൽ നിലവിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിലെ പാളിച്ചകൾ പുറത്തു വരികയും കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കം പ്രതിപട്ടികയിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. രാഖി ചോദിച്ചു, കാരായി രാജൻ നിയമസഭ കാണുമോ എന്നുള്ളത്. നിയമസഭ കാണും എന്തായാലും. നിയമസഭാംഗമായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. കാരണം വിചാരണ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയമെടുക്കും. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നത്, ഈ കേസ് ആദ്യം അന്വേഷിച്ച അന്നത്തെ DYSP രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. 2-3 തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് തോന്നുന്നു അതേ ഒരു സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ് ചെന്നൈയിൽ. അദ്ദേഹത്തിന് IPS ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിച്ചില്ല. അതും പിണറായി സർക്കാർ ചെയ്ത ഒരു ക്രൂരതയാണ്.
പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ക്രൂരതയാണ് അതായത് IPS കടുത്ത കിട്ടിയ, അനീതി. അല്ലേ? IPS എന്തുകൊണ്ടാണ്? കിട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ security കാരണം ഈ ഫസൽ CPM പ്രവർത്തകനായിരുന്നു. ഫസൽ NDF-ലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫസലിന് നല്ല സ്വാധീനമുണ്ട്. സ്വാഭാവികമായിട്ടും CPM-നാണല്ലോ അതൃപ്തി വരുന്നത്, അല്ലെങ്കിൽ ഫസലിൻ്റെ അടുത്ത് ദേഷ്യം വിദ്വേഷമൊക്കെ ഉണ്ടാകുന്നത് CPM-നാണല്ലോ. എന്നിട്ട് ആദ്യം അന്വേഷിച്ച പോലീസ്, ലോക്കൽ പോലീസ് RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് പറഞ്ഞു. കുറേ RSS പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് ഭീകരമായി പീഡിപ്പിക്കുകയും ചെയ്തു. അവിടെയാണ് ഇദ്ദേഹം വരുന്നത്, രാധാകൃഷ്ണൻ അപ്പം തന്നെ കണ്ടെത്തി ഇതിന് പിന്നിൽ CPM ആണെന്നുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ കാരായി രാജൻ, ചന്ദ്രശേഖരൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻറ്റും അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രി, കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരി റെസ്റ്റ് ഹൗസിൽ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് കൃത്യം ചെയ്തത് RSS തന്നെയാണ്, ആ രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. പിന്നീട് അന്വേഷണം ഉണ്ടായി. പിന്നെ വീണ്ടും CBI വന്നപ്പോഴാണ് ഇവരൊക്കെ പ്രതിപ്പട്ടികയിലേക്ക് കയറുന്നത്. അപ്പോൾ ആ രീതിയിൽ അട്ടിമറിക്കാൻ അന്നത്തെ CPM നേതൃത്വം, ഭരണ നേതൃത്വം എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഈ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ടത് അന്വേഷിച്ചു. അതായത് തെറ്റാരാണ് ചെയ്തത്, കുറ്റം ആരാണ് ചെയ്തത്, അവരെ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഇനി മാറി വന്ന സർക്കാർ, ഇപ്പോൾ UDF സർക്കാരാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ തടഞ്ഞു വെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ എങ്കിലും അദ്ദേഹത്തിന് കിട്ടുമോ? അതെ, അദ്ദേഹത്തിന് കിട്ടണം, കൊടുക്കണം. അതിന് UDF സർക്കാർ അത് പ്രത്യേക കേസായിട്ട് അത് പരിഗണിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്.